നോട്ടീസിൽ വായിക്കപ്പെട്ട വിവാഹം 29-ാം തീയതി നിശ്ചയിക്കപ്പെടുകയും ഉറപ്പിച്ച് ഇന്ന് വിവാഹത്തിനായിട്ട് ഇരു സഭകളെ അറിയിക്കുകയും കുടുംബാംഗങ്ങൾ, സ്നേഹിതർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ളതാകുന്നു. ആകയാൽ ഈ വിവാഹ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി വന്നിട്ടുള്ള നിയുക്ത മണവാളിനെയും മണവാട്ടിയെയും അവർക്കായി സ്റ്റേജിൽ ഒരുക്കിയിരിക്കുന്ന സീറ്റിലേക്ക് മാതാപിതാക്കളോ സ്നേഹിതരോ ആനയിക്കാവുന്നതാണ്. പാസ്റ്റർ എം വർഗീസ് സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കുന്നതായിരിക്കും. നാം എല്ലാവരും നിൽക്കുമ്പോൾ സങ്കീർത്തന വായനയ്ക്കായി പാസ്റ്റർ എം വർഗീസ് അവരുടെ ക്ഷണിക്കും. സങ്കീർത്തനം 45 ഞാനിവിടെ വായിക്കുന്നു. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവയെ നിന്റെ വാൾ അരക്കി കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ. നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രങ്ങളെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായിക്ക. സ്വജനത്തെയും നിന്റെ ഭൃതുഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം കസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും. സർവ്വഭൂമിയും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം വിവാഹ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ദൈവം നമ്മെ കൂട്ടിവരുത്തിയിരിക്കയാൽ ദൈവീയ അനുഗ്രഹങ്ങള്, ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപകള് ഈ ശുശ്രൂഷയിൽ ആദ്യോടൊന്നും പകരേണ്ടതിനായി ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇരുഭാഗത്തു നിന്നുമുള്ള ഓരോ കർത്തൃദാസന്മാർ ഈ അവസരം വിവാഹ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കും. പാസ്റ്റർ തോമസ് കുട്ടി അവറുകളും പാസ്റ്റർ ജി മോനച്ചൻ അവറുകളും തോന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് ഈ അവസരം മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധനാകുന്ന നല്ല കർത്താവേ, അതിമനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ ഓമനപുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളാവുന്ന ഞങ്ങൾക്ക് കൃപാസനത്തോടടുത്ത് വരുവാൻ, ഒരു പ്രാവശ്യം കൂടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയവനായ ദൈവം വിലപ്പെട്ട വിലയേറിയ മഹനീയമായ നല്ല പകലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഏവർക്കും ദൈവസ്ഥനടുത്ത് വരുവാൻ ഒരു അവസരം കർത്താവ് നൽകി. ദൈവകൃപയിൽ ശരണപ്പെട്ട് കഴിഞ്ഞു പോയ 29-ാം തീയതി തൃശ്ശൂരിൽ വെച്ച് ഇവരുടെ വിവാഹ നിശ്ചയം നടക്കുവാൻ കർത്താവിന് പ്രസാദം തോന്നി. കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ഇന്ന് പകലിൽ അവരുടെ വിവാഹം ഇവിടെ വെച്ച് നടക്കുക. പ്രിയ റോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനനം മുതൽ ഇന്നയോളം ദൈവമായ കർത്താവിൻ്റെ ഉള്ളം കരങ്ങളിൽ വഹിച്ചു. ആവശ്യமான ദൈവകൃപ പകർന്നു, ആവശ്യமான ആരോഗ്യം നൽകി, ആവശ്യமான വിദ്യാഭ്യാസം നൽകി. തക്ക സമയമായപ്പോൾ തക്ക തുണയെ ദൈവം ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ശാലുവിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജനനം മുതൽ ഇന്നയോളം ദൈവമായ കർത്താവ് ആമേ ദൈവകൃപ പകർന്ന് ആരോഗ്യം ബലം നൽകി, ആവശ്യமான വിദ്യാഭ്യാസം നൽകി. ഇത്രത്തോളം ദൈവമായ കർത്താവ് സഹായിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇരുഭാഗത്തുനിന്ന് കടന്നു വന്നതായ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവരെല്ലാവരും ഓർക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു.
ഈ അനുഗ്രഹീതമായ നല്ല പകലില് ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ഏതൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദാം ഹൗവ ദമ്പതിമാരെ യോജിപ്പിച്ചവനായ ദൈവം ഇന്ന് പകലിൽ ഈ പ്രിയ കുഞ്ഞുങ്ങളെ യോജിപ്പിക്കുമാറാകണം, അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷ ആശീർവദിപ്പാൻ കടന്നു വന്ന കർത്താവിൽ അനുഗ്രഹീതനും കർത്താവിൽ പ്രസിദ്ധനുമായ കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. ആവശ്യമായ ദൈവകൃപ ധാരാളമായിട്ട് പകർന്നാട്ട് ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ നല്ല പകലില് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. നല്ല ആലോചനയിൽ പകൽക്കാലം കേൾപ്പിക്കണമേ കർത്താവെ. വളരെ വിദൂരത്തിൽ നിന്നൊക്കെ പ്രിയപ്പെട്ടവര് യാത്ര ചെയ്ത് അപകടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും കൂടാതെ തന്നെ ക്ഷേമത്തോടെ ഇവിടെ കടന്നു വരുവാൻ കർത്താവ് അവസരവെക്കിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. ശുശ്രൂഷകളെ മാനിക്കണം, ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മഹത്വം. ഇന്നത്തെ വിവാഹ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കപ്പെട്ട് ഇരുഭാഗത്തു നിന്നും കടന്നു വന്ന സ്വന്തക്കാർ, ചാർച്ചക്കാർ, ബന്ധുജനങ്ങൾ, സഭാവിശ്വാസികൾ, കർത്തൃദാസന്മാർ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ സാന്നിധ്യവും അനുഗ്രഹവും ദൈവം പകർന്ന് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് സാമൂഹ്യമായി ഹർത്താലിനുള്ള ബന്ധത്തിൽ അല്പമായിട്ടുള്ള തടസ്സങ്ങൾ നമുക്ക് നേരിട്ടു എങ്കിലും സ്വർഗത്തിലെ ദൈവം വേണ്ട എല്ലാ സഹായങ്ങളും ദൈവം എത്രത്തോളം ഒരുക്കി അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം കഴിയും. ഇന്നത്തെ വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം സഭയായി പ്രാർത്ഥിക്കുകയും ദൈവം ഭാഗെ ആഗ്രഹിക്കുകയും ചെയ്ത പോലെ ദൈവം നമുക്ക് അവസരങ്ങളെ ഒരുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ഈ വിവാഹ ശുശ്രൂഷയുടെ ആദ്യോടന്തം ദൈവത്തിന്റെ വലിയ കൃപയും അനുഗ്രഹവും പകരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. പ്രത്യേകിച്ച് ജീവിതത്തിൽ അതിപ്രധാനമായ ഒരു സന്ദർഭമാണ് പ്രിയ റോബിനും പ്രിയ ഷാലുവിനും ദൈവം ഇന്ന് പകൽക്കാലം ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കുടുംബജീവിതം ആരംഭിക്കത്തക്ക നിലയിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലോചനയും പദ്ധതിയും പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുകയും സമയമായപ്പോൾ ഇന്നത്തെ വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രധാന വ്യക്തികളായി കടന്നു വരുവാൻ പ്രിയ മക്കളെ ദൈവം ഒരുക്കിയതോർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന കർത്തൃദാസന്മാരെ പരിചയപ്പെടുന്ന സന്തോഷമുണ്ട്. വധുവിൻ്റെ ഭാഗത്തു നിന്ന് കടന്നു വന്നിട്ടുള്ള പാസ്റ്റേഴ്സ് പാസ്റ്റർ എം എം വർഗീസ്, പാസ്റ്റർ തോമസ് കുട്ടി, പാസ്റ്റർ തമ്പി മാർക്കസ് തുടങ്ങിയ ദൈവഭൃത്യന്മാരെ കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. വരന്റെ ഭാഗത്തു നിന്ന് കടന്നു വന്നിട്ടുള്ള എല്ലാ കർത്തൃദാസന്മാർക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ഈ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുവാൻ കടന്നു വന്നിട്ടുള്ള പ്രധാന ശുശ്രൂഷ നിവർത്തിക്കുന്ന റവറൻഡ് ഡോക്ടർ ടി പി വർഗീസ് അവറുകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ബഥേൽ ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടും അസംബ്ലീസ് കൊണ്ട് നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവിന്റെ വലിയൊരു ദാസൻ റവറൻഡ് ഡോക്ടർ ടി പി വർഗീസ് സാറിനെ കർത്താവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വധുവിന്റെ ഭാഗത്തു നിന്ന് ദൈവവചനം സംസാരിപ്പാൻ നിയുക്തനായി കടന്നു വന്നിട്ടുള്ള പാസ്റ്റർ കെ എബ്രഹാം അവറുകൾ പെന്തക്കോസ്ത് മണ്ഡലത്തിൽ മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ദൈവം വളരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ എബ്രഹാമിനെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നതിൽ കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ദൈവം തന്റെ ദാസനെ സഹായിക്കട്ടെ. വേദിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും പേര് എടുത്തു പറയുവാൻ സമയപരിധി കൊണ്ട് ഞാൻ മുതിരുന്നില്ല. എങ്കിലും കർത്തൃനാമത്തിൽ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം അരുളുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന കൊയറിനായിട്ട് സ്തോത്രം. കർത്താവർക്ക് പുത്തൻ കൃപയും സഹായവും ഇന്ന് പകൽക്കാലം കൽപ്പിക്കട്ടെ. ഇന്നത്തെ വിവാഹ ശുശ്രൂഷയുടെ ഏറ്റവും ആകർഷണീയത വധൂവരന്മാർ തന്നെയാണ്. നിയുക്ത മണവാളനും മണവാട്ടിയും തന്നെയാണ്. പ്രത്യേകിച്ച് വരൻ പ്രിയമകൻ റോബിൻ വർഗീസിനായിട്ട് സ്തോത്രം. ആ ഭവനം കുറ്റപ്പുഴ ക്രിസ്ത്യൻ അസംബ്ലീസ് സഭയുടെ വളരെ പ്രധാന ഭവനങ്ങൾ ഒന്നാണ്. പ്രത്യേകിച്ച് പ്രിയ പൊന്നമാമ വളരെ ആത്മീയ ദർശനത്തോടും പ്രാർത്ഥനാ ജീവിതത്തോടും ദൈവകൃപയോടും കൂടെ കർത്താവിനെ സേവിക്കുവാൻ ദൈവം പ്രിയദാസിക്ക് ദൈവം കൃപ നൽകി. പലപ്പോഴും ഏകയായി മുമ്പോട്ട് ആത്മീയ ജീവിതത്തിൽ നയിക്കപ്പെട്ട ഈ അടുത്ത സമയങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനം തൻ്റെ ദാസിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദൈവം കൊടുത്ത തലമുറകൾ മൂവരെയും ഈ ദൈവത്തിൻ്റെ കൃപയിലേക്ക് അത്
വിളിച്ചെടുപ്പിക്കുവാൻ പ്രിയ മാതാവിൻ്റെ പ്രാർത്ഥനയും ആത്മീയ അനുഭവങ്ങളും മുതൽക്കൂട്ടായി തീർന്നുവെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. അവരുടെ പാസ്റ്റർ എന്ന നിലയിൽ അവരുടെ ആ കുടുംബത്തിൻ്റെ ഈ സന്തോഷ അവസരത്തിൽ ഞങ്ങൾ സഭയായി അതിൽ പങ്കുചേരുകയും ആ കുടുംബത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം ഈ പ്രത്യേക അവസരം ചൊരിയട്ടെ എന്ന് ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു. പ്രിയ റോബിൻ്റെ ആത്മീയ ജീവിതത്തെ നോക്കിയാൽ വളരെ നിഷ്കളങ്കതയോടെ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുന്ന ഒരു ആത്മീയ ജീവിതം പ്രിയ മകന് ഉണ്ട്. അവൻ്റെ വിദ്യാഭ്യാസത്തിൽ ദൈവം കൂടെയിരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിൽ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുവാൻ പല യുവാക്കൾക്കും കഴിയാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി വിശ്വസ്തയോടെ ജീവിപ്പാൻ പ്രിയ മകൻ റൂബിന് ഇടയായി. ഇന്ന് ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് അവനെ ആനയിക്കുവാൻ മാതാവിനും സഹോദരങ്ങൾക്കും സഭാവിശ്വാസികൾക്കും കഴിയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. വിദേശത്ത് നിന്ന് പ്രിയ മകൻ റോഷനും കടന്നു വരുവാൻ ഇടയായി. ആ കുടുംബത്തെയും ഓർത്ത സ്തോത്രം. രാജേഷ് ബ്രദർ കുടുംബം അവരും കർത്താവിനെ ഉണ്മയായി സേവിക്കുകയും കർത്താവിൻ്റെ വേലയ്ക്ക് ദൈവദാസന്മാർക്ക് അവർ ആ കുടുംബം ഒരു അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. നിശ്ചയമായും അവർ ആ പ്രിയ മകൻ്റെ റോബിൻ്റെ വിവാഹ ജീവിതം കുടുംബജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും എന്നതിന് രണ്ടു പക്ഷമില്ല. നിശ്ചയമായും ദൈവം തൻ്റെ മകനോടുകൂടെ ഇരുന്ന് ആ കുടുംബത്തെയും കുടുംബജീവിതത്തെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ മകൾ ഷാലുവിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മീയ പരിശീലനത്തിൽ ആത്മീയ പരിപോഷണത്തിൽ പ്രിയ പാസ്റ്റർ തമ്പി മാർക്കസിനാൽ അത് ആ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ദൈവീയ ശുശ്രൂഷയിൽ ആ കുടുംബം നിവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷയും ഓർത്ത സ്തോത്രം. അപ്രകാരം ദൈവത്തിൻ്റെ വേലയ്ക്ക് ഈ കുടുംബം ഒരു മിഷണറി കുടുംബം എന്ന നിലയിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും പ്രിയ മകൾക്ക് ഇടയായിട്ടുണ്ട്. നിശ്ചയമായും കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഈ കുടുംബത്തെ ദൈവം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കും എന്നുള്ളത് ദൈവസന്നിധിയിൽ പ്രത്യാശിക്കുന്നു. ദൈവം അതിനായി അവർക്ക് കൃപ നൽകുമാറാകട്ടെ. നിശ്ചയമായും ദൈവത്തിൻ്റെ വചനം വേർപെട്ട ദൈവമക്കളുടെ ശുശ്രൂഷകളെല്ലാം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗമാണ്. വിവാഹത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിൾ വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്നു. ആദിയിൽ എങ്ങനെയായിരുന്നു? ഏദൻ പൂങ്കാവനത്തിൽ ദൈവം ഇറങ്ങി വന്ന ആദാഹവ്വമാരെ യോജിപ്പിച്ചു. ഒരു പുരുഷൻ ഒരു സ്ത്രീ ദൈവത്താൽ സംയോജിക്കപ്പെട്ട് കുടുംബസ്ഥരായി തീരുക എന്നുള്ളത് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലെ പദ്ധതിയായിരുന്നു. ആകയാൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് സർവേശ്വരൻ അരുളി ചെയ്തു. ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന സർവേശ്വരൻ ഇന്ന് പകൽക്കാലം പ്രിയ കുഞ്ഞുങ്ങളെ ഒരുമിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം അവരോടുകൂടെ ഇരിക്കുകയും എല്ലാവിധമായ അനുഗ്രഹങ്ങളും സ്വർഗത്തു നിന്ന് ചൊരിഞ്ഞ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഈ കുടുംബത്തെ ദൈവം ആമി നടത്തട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ തിരഞ്ഞെടുത്തതും ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ്. അങ്ങനെയെങ്കിൽ ദൈവം തന്നെ മഹത്വം പ്രിയ കുഞ്ഞുങ്ങളിൽ അവരുടെ കുടുംബജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ശക്തനാണ്. ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ ഭദ്രത എവിടെയാണ്? ദൈവവചനം പഠിച്ചാൽ ദൈവത്തിൻ്റെ വചനം വായിച്ച് അത് കേട്ട് അനുസരിച്ച് അതിൻ പ്രകാരം ജീവിക്കുന്നതാണ് ഒരു മനുഷ്യ കുടുംബത്തിൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് അടിസ്ഥാനം. സംസ്കാരങ്ങൾ മാറുന്നു, ആധുനികത വർദ്ധിക്കുന്നു, ദൈവ കൃപയെ പുച്ഛിച്ച് തള്ളുന്ന ലോകം. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ കർത്താവായ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങൾ ഇന്ന് പകൽക്കാലം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ കൃപയും അവരുടെ മേൽ ധാരാളം പകർന്ന് ദൈവനെ അനുഗ്രഹിപ്പാൻ വിശ്വസ്തനാണ്. സത്യവേദ പുസ്തകം ഒരു വിവാഹത്തിൻ്റെ അത് സ്ഥാപനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഒരു 66 മുറികളുള്ള ഒരു കൊട്ടാരത്തോട് വിശുദ്ധ ബൈബിളിനെ സദൃശീകരിച്ചാൽ അതിൻ്റെ മധ്യഭാഗത്ത് കാവ്യപുസ്തകമായ സങ്കീർത്തനം 45-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, കാന്ത അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയായിരിക്കുന്ന ചിത്രം. അതിൻ്റെ അവസാന പുസ്തകമായ 66-ാം പുസ്തകം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയുടെ വിവാഹത്തെയാണ് അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നിശ്ചയമായും ഈ സത്യഗ്രന്ഥം വിവാഹ ജീവിതത്തിന് കുടുംബജീവിതത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. പല വിഷയങ്ങളും ബൈബിളിൽ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും വിവാഹത്തെ സംബന്ധിച്ച് വളരെ വിശദമായ കാര്യങ്ങൾ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ആയതുകൊണ്ട് ആദാമിൻ്റെ തുടർച്ചകളായ സകലരും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവവചനപ്രകാരം ജീവിതത്തെ കരുപ്പിടിപ്പിച്ചാൽ
നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പകൽ കടന്നു വന്ന എല്ലാവർക്കും ഇന്നത്തെ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യരക്ഷയാ